ആരും തന്നെ മടിയുള്ളവരല്ല, പകരം അവർ ഒന്നുകിൽ ആരോഗ്യ പ്രശ്നമുള്ളവരോ അല്ലെങ്കിൽ അൺഇൻസ്പയർഡോ ആയിരിക്കും. ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടും നിങ്ങളുടെ മടിയും പ്രോക്രാസ്റ്റിനേഷനും കാരണം അത് നശിപ്പിക്കപ്പെടുകയാണെങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. കാരണം ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മടി എന്നേക്കുമായി മാറ്റാൻ സഹായിക്കുന്ന 5 കിടിലൻ ജാപ്പനീസ് ടെക്നിക്സ് ആണ് പറയാൻ പോകുന്നത്. ഈ പറയുന്നവയിൽ ഒരെണ്ണം ഷാരൂഖ് ഖാൻ പോലും പിന്തുടരുന്ന ഒന്നാണ്. നിങ്ങളുടെ ജീവിതം മികച്ചതാക്കുവാനായി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ജപ്പാനിലെ ആളുകൾ എക്സ്ട്രീംലി ഡിസിപ്ലിൻഡും പങ്ക്ച്വലും വർക്ക് എത്തിക്കുമാണ്. ലോകത്തിൽ മറ്റൊരിടത്തും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സ്വഭാവ ഗുണമുള്ള ആളുകളെ കാണുവാൻ സാധിക്കുകയില്ല. അത്രയ്ക്ക് പ്രത്യേകതയാണ് ഇവർക്ക്. അതുമാത്രമല്ല, 2 തവണ ന്യൂക്ലിയർ ബോംബ് വർഷിക്കപ്പെട്ട ഒരേയൊരു രാജ്യം ജപ്പാനാണ്. ഭൂകമ്പം, സുനാമി പോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ എല്ലാ വർഷവും ക്ഷതമേൽപ്പിക്കുന്ന രാജ്യവും കൂടിയാണിത്. 3-4 തവണ പൂർണ്ണമായും നാശത്തിന്റെ വക്കിലെത്തിയിട്ട് കൂടി പിന്നെയും മുന്നിലേക്ക് വന്ന് അതിജീവനത്തിന്റെ മികച്ച മാതൃകയാകുന്ന ഒരു രാജ്യമാണ് ജപ്പാൻ. ഇന്ന് ലോകത്തിലെ സൂപ്പർ പവേഴ്സിൽ പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് ജപ്പാൻ. എന്നാൽ ഇതൊക്കെ എങ്ങനെയാണ് സാധിക്കുന്നത്? ഇതിൻ്റെയൊക്കെ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നത് ജപ്പാൻകാരുടെ കൾച്ചറിലാണ്. അവരുടെ സംസ്കാരത്തിൽ തന്നെ മടി പിടിച്ചിരിക്കുന്നതിൽ നിന്നും അവരെ സംരക്ഷിക്കുന്ന 5 വ്യത്യസ്ത മാർഗങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇതവരെ കൂടുതൽ കഠിനാധ്വാനം ചെയ്യുന്നതിന് പ്രോത്സാഹിപ്പിക്കുന്നു. നമ്പർ 1, സെറി സിയട്ടോൺ സീസോ. വൃത്തിയുള്ള ചുറ്റുപാട് നിങ്ങളെ കൂടുതൽ പ്രൊഡക്റ്റീവ് ആയിരിക്കുവാൻ പ്രേരിപ്പിക്കുന്നു. അതുപോലെ തന്നെ വൃത്തിഹീനമായ ചുറ്റുപാടുകൾ നിങ്ങളെ കൂടുതൽ ഡിസ്ട്രാക്ട് ചെയ്യുകയും ചെയ്യുന്നു. ഈ ഒരു 3S ടെക്നിക്ക് ജാപ്പനീസ് പീപ്പിൾ, ഇൻഡസ്ട്രീസ്, എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ തുടങ്ങിയ സകല മേഖലകളിലും ഉപയോഗപ്പെടുത്തുന്നു. നിങ്ങളുടെ വർക്ക് സ്പേസ് പ്രൊഡക്റ്റീവാക്കി മാറ്റുന്നതിനായുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അപ്രോച്ചാണിത്. നമ്പർ 1, സെറി സോർട്ട്, അതായത് ചുറ്റിലുമുള്ള സാധനങ്ങൾ വേർതിരിച്ചു മാറ്റുക. നമ്പർ 2, സീറ്റ് ആൻഡ് സെറ്റ് ഇൻ ഓർഡർ, ഉപയോഗിക്കുന്ന അതേ ഓർഡറിൽ വസ്തുക്കളെ അടുക്കുക. നമ്പർ 3, സീസോ ഷൈൻ, അടുക്കി വെച്ചതിന് ശേഷം ആ സ്ഥലം നല്ല രീതിയിൽ വൃത്തിയാക്കുക. ഒരു തുള്ളി അഴുക്ക് പോലും ഇല്ലാത്ത രീതിയിൽ അത് വൃത്തിയാക്കണം. ഇത് നിങ്ങളെ നിങ്ങളുടെ ഗോൾസിനായി പ്രൊഡക്റ്റീവ്ലി വർക്ക് ചെയ്യാൻ ഇൻസ്പയർ ചെയ്യുന്നതാണ്. വൃത്തിയുള്ള ചുറ്റുപാട് പോലെ തന്നെ നിങ്ങളുടെ ആരോഗ്യവും പ്രധാനമാണ്. ശരീരത്തിലെ ഊർജ്ജക്കുറവും ഒരു തരത്തിൽ മനുഷ്യനെ ലേസിയാക്കാം. അതുകൊണ്ട് തന്നെ ആരോഗ്യം ഏത് സാഹചര്യത്തിലും കാത്തു സൂക്ഷിക്കുവാൻ ശ്രമിക്കുക. ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഇത് നേടുവാൻ സാധിക്കുമെങ്കിലും നിങ്ങളുടെ ഊർജ്ജം വളരെ പെട്ടെന്ന് വർദ്ധിപ്പിക്കാൻ സാധിച്ചു എന്ന് വരില്ല. നിങ്ങളുടെ ഊർജ്ജം വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്ന മികച്ച ഒന്നാണ് മാൻമേറ്റസിന്റെ ശിലാജിത് ഗമ്മീസ്. നിങ്ങളുടെ നിത്യജീവിതത്തിൽ ഭാഗമാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഘടകമാണിത്. എന്നാൽ സാധാരണയായി കാണപ്പെടുന്ന ശിലാജിത്തുകളിൽ അപകടകാരികളായ ഹെവി മെറ്റൽസിന്റെ പ്രസൻസ് ഉണ്ടാകാം. ശരീരത്തിന് നല്ല ഗുണം നൽകുന്നത് ഹെവി മെറ്റൽ ഫ്രീ ശിലാജിത്ത് ആണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് മാൻമാറ്റസിൻ്റേത്. മാൻമാറ്റസിനൊപ്പം വിപണിയിൽ ലഭ്യമായ ഏറ്റവും ഉയർന്ന ഗുണനിലവാരമുള്ള ശിലാജിത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നു. ഇതിൽ 70% കൂടുതൽ ഫുൾവിക് ആസിഡ് അടങ്ങിയിരിക്കുന്നു. മാത്രമല്ല, ഇത് അശ്വഗന്ധ കൊണ്ട് സമ്പുഷ്ടമാണ്. ആഡഡ് ഷുഗേഴ്സ് അടങ്ങിയിട്ടില്ല. പകരം പ്രീബയോട്ടിക് ഫൈബർ, ചിക്കോറി റൂട്ട് ഉപയോഗിച്ച് നാച്ചുറലിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. 100% പ്രകൃതിദത്ത ചേരുവകൾ ഉപയോഗിച്ചാണ് ശിലാജിത് ഗമ്മീസ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവയ്ക്ക് പുളി രുചിയാണ്. കൂടാതെ ഗമ്മി രൂപത്തിലുള്ളതിനാൽ ഉപയോഗിക്കുവാനും വളരെയധികം എളുപ്പമാണ്. ഷിലാബ്സോബ് ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിച്ചതായതുകൊണ്ട് തന്നെ ഇവയ്ക്ക് സാധാരണയിൽ നിന്ന് 2.5 മടങ്ങ് വേഗത്തിൽ ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിലെ ഓരോ ബാച്ചും തേർഡ് പാർട്ടി ലാബ് പരിശോധനയ്ക്ക് വിധേയമാക്കിയവയാണ്, NABL അംഗീകൃത ലബോറട്ടറി വഴി. അതുകൊണ്ട് തന്നെ വേറെ പേടിയൊന്നും കൂടാതെ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. മികച്ച ഫലത്തിനായി ദിവസവും 2 എണ്ണം വീതം 3 മാസം ഉപയോഗിക്കുക. നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെക്ക് ചെയ്യുന്നതിനായി പ്രൊഡക്റ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ടാഗ് ചെയ്യുന്നു. നമ്പർ 2, കെയ്സൺ. ചിലപ്പോഴൊക്കെ നമുക്ക് തന്നെ തോന്നും ഒരു കാര്യം ചെയ്യാനുള്ള ആരോഗ്യം നമുക്കില്ല എന്നത്. പക്ഷെ ഇത് എല്ലായ്പ്പോഴും സത്യമാകണമെന്നില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ ഒക്കെ തോന്നുന്ന ക്ഷീണം ഉണ്ടാകുന്നത് ആ ഒരു ജോലി വളരെയധികം ഭാരമായി തോന്നുന്നത് കൊണ്ടായിരിക്കാം. ഈ ഒരു ചിന്താഗതി മാറ്റുന്നതിന് നിങ്ങളെ സഹായിക്കുന്ന രീതിയാണ് കൈസൻ. മറ്റൊന്നുമല്ല, ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ മടിച്ചിരിക്കുമ്പോൾ നിങ്ങൾ 1 മിനിറ്റ് നേരത്തേക്ക് മാത്രമേ ഇത് ചെയ്യുന്നുള്ളൂ എന്ന് ചിന്തിച്ച് കാര്യം ചെയ്തു തുടങ്ങുക. അങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ മടി മാറിക്കിട്ടുന്നതാണ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുക എന്നത് മാത്രമാണ്. നമ്പർ 3, ദ റൂൾ ഓഫ് 3. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടായിട്ടുള്ളതായിരിക്കും ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച് പകുതി വഴിയിൽ നിന്ന് പോകുക എന്നത്. ഇതിന് കാരണം മറ്റൊന്നുമല്ല, പകരം നമ്മുടെ ബ്രെയിൻ കഠിനമായ കാര്യങ്ങളിൽ നിന്ന് എളുപ്പമുള്ള കാര്യങ്ങളിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതാണ്. ഇതിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുന്ന മാർഗമാണ് ഇനി പറയാൻ പോകുന്നത്. എല്ലാ ദിവസവും രാവിലെ ഉണർന്ന് ഉടനെ ഒരു പേപ്പറിൽ ആ ദിവസം ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ എഴുതി വയ്ക്കുക. ആ ദിവസം അവസാനിക്കുന്നതിന് മുൻപ് ചെയ്തു തീർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങളായിരിക്കണം അവ. അത് നിങ്ങൾ ചെയ്യുക തന്നെ വേണം. നമ്പർ 4, കൈക്കാക്കു. കൈക്കാക്കു എന്ന ജപ്പാനീസ് വാക്കിന്റെ അർത്ഥം റാഡിക്കൽ ചേഞ്ച് എന്നതാണ്. ഈ ലോകത്തിലെ പ്രശസ്തമായ കാർ നിർമ്മാണ കമ്പനികളിൽ ഒന്നായ ടൊയോട്ട കൂടുതലായി ഉപയോഗിക്കുന്ന ഒരു രീതിയാണിത്.
തൊട്ടുമുമ്പ് നമ്മൾ പറഞ്ഞ കാര്യമാണ്, നമ്മുടെ ബ്രെയിനിന് ഒറ്റയടിക്ക് കാര്യങ്ങൾ അടിമുടി മാറ്റുക എന്നത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ സ്റ്റെപ്പുകളായി വേണം മാറ്റങ്ങൾ വരുത്താനെന്നത്. എന്നാൽ കായ്ക്കാകു രീതിയിൽ നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത്. ഒരു കാര്യം ഒറ്റയടിക്ക് മാറ്റുവാനായി ഒരു നിമിഷം പോലും പാഴാക്കാതെ വളരെ വേഗത്തിൽ കാര്യം ചെയ്തു തുടങ്ങണം എന്നാണ് ഇവിടെ പറയുന്നത്. ഡ്രാസ്റ്റിക് ചേഞ്ച് വരുത്തുന്നതിന് വേണ്ടിയുള്ള ഫോക്കസ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. എല്ലായിടത്തും ഈ ഒരു രീതി ഉപയോഗിക്കുവാൻ സാധിച്ചു എന്ന് വരില്ല. കാരണം സമയമെടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളും അതുപോലെ തന്നെ സാവധാനം ചെയ്യേണ്ട കാര്യങ്ങളും അതേ രീതിയിൽ തന്നെ ചെയ്താലേ ശരിയാവുകയുള്ളൂ. എന്നാൽ ചെറിയ കാലയളവ് കൊണ്ട് ചെയ്തു തീർക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ നമുക്ക് ഈ ഒരു രീതി ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കും. ഇതിനായി നിങ്ങൾ നിങ്ങളോട് തന്നെ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കേണ്ടതാണ്. ഉദാഹരണമായി, നിങ്ങൾ നിങ്ങളുടെ പഠനം കൺസിഡർ ചെയ്യുക. പഠിക്കാതെ സമയം പാഴാക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ ഇനി പറയുന്ന ചോദ്യങ്ങൾ ചോദിക്കണം. നമ്പർ 1, ഞാൻ എന്തുകൊണ്ടാണ് പഠിക്കാത്തത്? കാരണം എൻ്റെ ശ്രദ്ധ മൊബൈലിലേക്ക് പോകുന്നു. നമ്പർ 2, എന്തുകൊണ്ടാണ് എൻ്റെ ശ്രദ്ധ മൊബൈലിലേക്ക് പോകുന്നത്? കാരണം സുഹൃത്തുക്കൾ മെസ്സേജ് അയച്ചു. നമ്പർ 3, എന്നാൽ ഈ നോട്ടിഫിക്കേഷൻ ഞാൻ എന്തിനാണ് എടുത്തു നോക്കുന്നത്? കാരണം ഫോൺ എൻ്റെ മുന്നിലായിട്ടാണ് ഇരിക്കുന്നത്. നമ്പർ 4, മൊബൈൽ ഫോൺ എൻ്റെ മുന്നിൽ വന്നത് എന്തുകൊണ്ടാണ്? കാരണം പഠിക്കുന്ന സമയത്ത് മൊബൈൽ ഫോൺ മാറ്റിവെക്കണമെന്ന കാര്യം ഞാൻ മറന്നുപോയി. ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ച് അതിനുള്ള ഉത്തരം സ്വയം കണ്ടെത്തുന്നതിലൂടെ നിങ്ങൾക്ക് പ്രശ്നത്തിൻ്റെ അടിസ്ഥാന കാരണം എന്തെന്ന് മനസ്സിലാകുന്നതാണ്. അത് പരിഹരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് വളരെ വേഗം കാര്യങ്ങൾ ചെയ്തു തീർക്കുവാൻ സാധിക്കും. നമ്പർ 5, ഹരഹാച്ചിബോ. ജപ്പാനിലെ ഒക്കിനാവ എന്ന സ്ഥലത്തുള്ള ആളുകളുടെ ആരോഗ്യവും ആയുസ്സും ലോകത്തിലെ മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് വളരെയധികം കൂടുതലാണ്. ഇവിടെയുള്ള ആളുകൾ 70 വയസ്സാകുമ്പോൾ റിട്ടയർമെന്റ് സ്വീകരിക്കാറില്ല. അവർ മരണം വരെയും ജോലി ചെയ്യുന്നവരാണ്. ഇക്കൂട്ടർ പിന്തുടരുന്ന ഒരു രീതിയാണ് ഹരഹാച്ചിബോ, അതായത് മിതമായ രീതിയിൽ ഭക്ഷണം കഴിക്കുക എന്നത്. നമ്മൾ മടി പിടിച്ചിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഭക്ഷണ രീതിയാണ്. അതെങ്ങനെ കഴിക്കുന്നു എന്നതും എന്ത് കഴിക്കുന്നു എന്നതും ഇതിൽ വലിയ പങ്ക് വഹിക്കുന്നു. ഈ ഒരു രീതി പ്രകാരം നമ്മുടെ വയർ 80% നിറയുന്ന രീതിയിൽ മാത്രം ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അത്രത്തോളം തന്നെ ഊർജ്ജം ആ ഭക്ഷണം ദഹിപ്പിക്കുന്നതിനായി നമ്മുടെ ശരീരത്തിന് ആവശ്യമായി വരും. അതുകൊണ്ട് തന്നെ കൂടുതൽ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് മറ്റു കാര്യങ്ങളിലേക്ക് ഉപയോഗിക്കുന്നതിന് ഊർജ്ജം ബാക്കി ആയി എന്ന് വരില്ല. അതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ അലസത അനുഭവപ്പെടുകയും ചെയ്യും. ഇതാണ് ഷാരൂഖ് ഖാൻ പിന്തുടരുന്ന രീതിയും. ഈ പറഞ്ഞ രീതികൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ നിങ്ങളുടെ അലസതയും എന്നേക്കുമായി മാറുന്നതാണ്. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. മാൻമാറ്റിക്സിന്റെ ശിലാജിത് കമീസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. മറക്കാതെ ചെക്ക് ചെയ്യണേ. താങ്ക് യു.